ഇന്ന് ഞാനിവിടെ കപ്സ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് 4 കപ്പ് അറബിക് റൈസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. സെല്ല റൈസ് ആയാലും മതിയാകും. ഈ റൈസ് ഞാനിവിടെ 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വലിയ പീസ് ഒരു 3 പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വരുമ്പോഴേക്ക് ഞാനിവിടെ ഒരു 5 പീസ് ബേ ലീഫ് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ലീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 6 ഏലക്ക, 5-6 പീസ് പട്ട, ചെറിയ പീസ് പട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഗ്രാമ്പു വേണം, അതും ഒരു 6-7 പീസ് എടുക്കണം. ഇത് ഇത്ര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഞാനിവിടെ ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ഇതിലേക്കിട്ട് വഴറ്റി കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്ക് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്കിട്ട് വഴറ്റി കൊടുക്കാം. ഇത് വഴണ്ട് വരുന്ന നേരം കൊണ്ട് ഞാനിവിടെ 6 പീസ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ക്രഷ് ചെയ്ത് അതും ഇതിലേക്കിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. എല്ലാം കൂട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 5 പീസ് നല്ല പഴുത്ത ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഇത് സൗദി കപ്സ മസാലയാണ്, ഇത് 2.5 ടേബിൾ സ്പൂൺ ഇതിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കും. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ ക്രഷ് ചെയ്തതും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കും. ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഈ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇതുമായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ ഈ ചിക്കൻ്റെ എല്ലാ സ്ഥലത്തും വരത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ അങ്ങനെ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതൊന്ന് മറച്ചുകൂടി ഇട്ട് കൊടുക്കണം. മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ചെയ്യുന്നത്. ഇതിവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ ഈ ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ടിട്ടുണ്ട്. 4 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്, അതുകൊണ്ട് 8 ഗ്ലാസ് വെള്ളം ഉപ്പ് ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം കൂട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ഡ്രൈ ലെമൺ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഉണക്ക നാരങ്ങയാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് നോക്കിക്കൊള്ളണം. റൈസിനും കൂടി ചേർത്തുള്ള ഉപ്പാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. ഉപ്പില്ലെങ്കിൽ ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇത് പാത്രം അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഈ ചിക്കൻ പീസസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ ചിക്കൻ നമ്മളൊരു പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഈ ഗ്രേവി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നല്ലതുപോലെ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം.
റൈസ് ചേർത്ത ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഈ പാത്രം അടച്ച് റൈസ് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വെന്തതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയാൽ മതി. ഒരു സൈഡ് റെഡി ആകുമ്പോൾ പതുക്കെ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കണം. ഇത് ഫ്രൈ ആവുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു ചാർക്കോൾ ഇതുപോലെ കത്തിച്ചെടുക്കണം. ഈ ചാർക്കോൾ കത്തിയത് ഇതിവിടെ കത്തിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന പാനിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ചിക്കൻ ഇവിടെ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ചാർക്കോൾ ഈ ബൗളിലേക്ക് വെച്ചിട്ട് ഈ ചിക്കൻ വെച്ചിരിക്കുന്ന പാത്രം കവർ ചെയ്ത് കൊടുക്കാം. ആ ചാർക്കോളിൻ്റെ ഒരു സ്മോക്കി സ്മെല്ല് ഈ ചിക്കനിലേക്ക് വരാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണം ചിക്കനിൽ നിന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് റൈസ് റെഡിയായോ എന്ന് നോക്കാം. ഈ റൈസിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. റൈസ് ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിന് പുറത്തേക്ക് ഇനി സ്കിൻ റിമൂവ് ചെയ്ത ബദാം ഇട്ട് കൊടുക്കാം. ബദാം ഒരു 5 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ടിരുന്നിട്ട് നമ്മൾ സ്കിന്ന് റിമൂവ് ചെയ്താൽ പെട്ടെന്ന് തന്നെ അത് റിമൂവ് ആയി കിട്ടും. ഇതിന് പുറത്തേക്ക് റോസ്റ്റ് ചെയ്ത് ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം. കപ്സ റൈസ് ഇവിടെ തയ്യാറായി. ഇത് ഷത്തയുടെയോടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.